ഉച്ചഭക്ഷണം കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഉച്ചഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം കിടക്കാറുണ്ട്. വീട്ടിലായാലും ശരി, പുറത്ത് പണിക്ക് പോവുക വെച്ചാലും ചെയ്യും. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീരിയലാണ് സഞ്ജുവിൻ്റെ മാജിക് പെൻസിൽ. അതിൽ സഞ്ജു എന്തൊക്കെ കാണിക്കും, ചിത്രത്തിൽ പേപ്പർ എടുത്തിട്ട് ചിത്രത്തിൽ വരയും. അതെല്ലാം വന്ന് ജീവനോടെ വരും. കേക്ക് വരഞ്ഞാൽ കേക്ക് വരും, സിംഹം വരഞ്ഞാൽ സിംഹം വരും. ഈ വേറെ സാറ്റലൈറ്റിന് വഴി വേറൊരു ഉപഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു ഏലിയൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പെൻസിലാണ് മാജിക് പെൻസിൽ. അങ്ങനെയാണ് കഥയുടെ തുടക്കം. അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. സഞ്ജുവിനെ അത് കളഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. അത് വരച്ച് നോക്കിയിട്ട് അത് മാജിക് പെൻസിലാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ആ കുട്ടി തിരിച്ചറിഞ്ഞു. അങ്ങനെ കുറേ സഹായങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു. പല അപകടങ്ങൾ വന്നത് അതിൽ നിന്നെല്ലാം ആൾക്കാരെ രക്ഷിച്ചു. പിന്നെ വീട്ടുകാർക്ക്, കൂട്ടുകാർക്ക്, ഇവർക്കെല്ലാം വേണ്ടി സഹായങ്ങൾ ചെയ്തു ധനപരമായിട്ട്. അങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജു സ്കൂളിൽ കയറി അവിടെയുള്ള സഹായികളുള്ള കുട്ടികൾക്കൊക്കെ സഹായം ചെയ്തു. തടിയന്മാരായ ചെക്കന്മാർ തല്ലാൻ വന്നു. ആ തല്ലാൻ വന്നവരിൽ നിന്ന് മാജിക് പെൻസിൽ മുഖേന അവരെ രക്ഷിച്ചു. അങ്ങനെ പല സാഹസിക കർമ്മങ്ങളും പെൻസിൽ മുഖേന സഞ്ജു ചെയ്തിട്ടുണ്ട്. ഈ സീരിയൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കുറേ കൊല്ലം മുന്നേ നമ്മളുടെ സ്റ്റാർ പ്ലസ് മുഖേന സീരിയൽ സ്റ്റാർ പ്ലസ്, നിങ്ങൾക്കറിയാമല്ലോ, സീരിയൽ ഹിന്ദി സീരിയലായിരുന്നു. അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്തതാണ് മാജിക് പെൻസിൽ. അതിൽ വന്നിട്ട് സഞ്ജു ഒരു അതീവ ശക്തിശാലിയായിട്ടൊരു കുട്ടിയാണ്. പിന്നെ വേറെ സാറ്റലൈറ്റിൽ നിന്ന് വേറെ വന്ന് ഉപഗ്രഹത്തിൽ നിന്ന് ഒരു ഏലിയൻ വന്നിട്ട് അത് നമ്മുടെ നാട്ടിൽ വളരാൻ തുടങ്ങി. അയാളും ഇതേപോലെ ശക്തിശാലിയായിരുന്നു. സീരിയൽ അങ്ങനെ മാറിപ്പോയി, വേറെ വഴിയിലോട്ടാണ് മാറി. അതിൽ വന്നിട്ട് ഇവരുടെ കയ്യിലും സഞ്ജുവിൻ്റെ അടുത്തുള്ള പെൻസിൽ പോലത്തെ പെൻസിൽ അവൻ്റെ അടുത്തുണ്ടാവും. അവനും ചിത്രം വരച്ച് നാട്ടുകാരെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ വലിയൊരു അപകടം വന്നപ്പോൾ, നമ്മുടെ ഭൂമിക്ക് വലിയൊരു അപകടം വന്നപ്പോൾ, നമ്മുടെ നാടിന് വലിയൊരു അപകടം വന്നപ്പോൾ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ആ അപകടത്തെ നേരിട്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ സഞ്ജുവിൻ്റെ സീരിയൽ എത്ര കാണാൻ ഭംഗിയും എത്ര മനസ്സിന് സന്തോഷം നൽകിയിരുന്നു. അങ്ങനെ നമുക്കും ഒരു പെൻസിൽ കിട്ടിയാലെന്ന് ആഗ്രഹിക്കാത്ത ആരുണ്ട് നമ്മുടെ ഇടയിൽ? ഞാൻ പറയാമെന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഒരു പെൻസിലുണ്ട്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. എങ്കിലും പറയുകയാണ്, നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ കഷ്ടങ്ങൾ വരുമ്പോൾ എത്ര നന്നായിരുന്നു ഇതേപോലെ ഒരു പെൻസിൽ ഉണ്ടായിരുന്നെങ്കിൽ. നമുക്കൊന്ന് ആലോചിക്കാം. പിന്നെ നമ്മുടെ സഞ്ജുവിൻ്റെ സീരിയൽ ഇനിയും വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. 2ാം ഭാഗം വരുന്നുണ്ട്. അതും കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ശരി, എല്ലാവരും വാച്ച് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ശരി, ഗുഡ് ഈവനിങ്.